ഈ ഉപവാസവും പ്രാർത്ഥനയും വലിയ ശക്തമായ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. और ये जो उपवास प्रार्थना बहुत सामर्थ्य की उपवास प्रार्थना है. ആമേൻ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിങ്ങൾക്ക് അവകാശമായി തരും. मुझे मांगो और मैं तुम्हें जातियों का अधिकार बनाऊंगा. ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ കൈവശമായി തരും. और इस भूमि के अंत तक मैं तुम्हें जगह दूंगा. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായി തരും. मुझसे मांग और मैं जाति जाति के लोग को तेरी संपत्ति होने दे दूंगा. അത് മാത്രമല്ല, ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ കൈവശമായി തരും. सिर्फ वो ही नहीं, दूर दूर के देशों को तेरी निज भूमि बनने के लिए दे दूंगा. मुझसे എന്നോട് मांग, ചോദിക്കാൻ, मुझसे मांग. ഇന്ന് പകൽ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നോട് ചോദിക്ക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായി തരും. आमीन. आज परमेश्वर कहता है कि मुझसे मांग और मैं जाति जाति के लोग को तेरे संपत्ति होने के लिए दे ഭൂമിയുടെ दूंगा. അറ്റങ്ങളെ, അതിരില്ലാത്ത ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ നിനക്ക് കൈവശമായി തരും. और दूर दूर के देश को शौडाला तेरी बाकासानिया। निज भूमि बनने के लिए दे दूंगा. ശൗഡാല ഖറബസാനിയാല കസാനി ശൗഡാല ഖലബസ്മാനിയ തറബ ശഖരിയ തോറോട്ടോലോ കൊബസാനിയ ലൗഷ്കമന ഗതിനിബിരി കമന ഗതിനിയ ഉടൽകമന ഗലഗ തരിയം തരഗടലഗ ബതനി. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ സ്വാർത്ഥതയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ദൈവസഭയുടെ ഡൈവേഷനെ ദൈവം മാറ്റുകയാണ്. ജാതികളിലേക്ക് ദൈവസഭ ഇറങ്ങാൻ പോവുകയാണ്. आमीन. बहुत बार हमारी प्रार्थना हमारे स्वार्थ की प्रार्थना होता है, लेकिन आज परमेश्वर कहता है कि मुझसे मांग और मैं जाति जाति के लोग को तेरे लिए दे दूंगा. നിങ്ങളുടെ തലമുറകൾ ജാതികളുടെ ഇടയിലേക്ക് ശക്തമായി ദൈവം ഇറക്കാൻ പോവുകയാണ്. आमीन. परमेश्वर आपके पीढ़ियों को परमेश्वर अन्य जातियों के लिए सामर्थ के साथ इस्तेमाल होने के लिए इस्तेमाल करेगा. നമ്മുടെ അവസ്ഥകളെ കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവൃത്തികളെയും ദൈവം ചെയ്യാൻ പോവുകയാണ്. आमीन. अन्य जाति लोग देखेंगे जो चिन्ह और चमत्कार परमेश्वर आपके जीवन में कर रहा है. हालेलुया. बोले हालेलुया. എന്നോട് ചോദിച്ചു കൊള്ളുക, इसीलिए परमेश्वर कहता है मुझसे मांग, എന്നോട് ചോദിച്ചു കൊള്ളുക, मुझसे मांग, ഞാൻ ജാതികളെ അവകാശമായി, मैं जाति जाति के लोग को तेरी संपत्ति होने के लिए ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ കൈവശമായി और दूर दूर के देश को तेरी निज भूमि बनने के लिए दे दूंगा. രാത്രി എത്ര പകൽക്കാലം എത്ര പേര് വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു? आज सुबह कितने लोग इस वायदे पर विश्वास करते हैं? ജാതികളെ കൈ കിട്ടിയാൽ ജാതികളുടെ സമ്പത്ത് നിന്റെ അടുത്ത് കടന്നു വരും. हमें जब आप विश्वास करेंगे जातियों के संपत्ति आपके पास आएंगे. എംഎൽഎമാർ, എംപിമാർ, മന്ത്രിമാർ, IAS, IPS ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഓഫീസ് അധികാരികൾ, ആമേൻ, ഈ പട്ടണത്തിൽ ദൈവം ആരെയൊക്കെ ആകർഷിക്കാനുണ്ടോ അവരെയൊക്കെ ആകർഷിച്ച് ഈ സ്റ്റേജിനകത്ത് ദൈവം നിർത്താൻ പോവുകയാണ്. आमीन. MLA, MP, मंत्री लोग, होम मिनिस्टर और जो भी अधिकार में है, जो भी प्रधान में है, हालेलुया, उन सारे लोग परमेश्वर की उपस्थिति की आकर्षित में उन लोग यहाँ आएंगे. ഇന്ന് പകൽ ജാതികൾക്ക് വേണ്ടി സഭയുടെ വാതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് ആത്മാവിൽ ഞാൻ തുറക്കാൻ പോവുകയാണ്. आमीन. यीशु मसीह के नाम से अन्य जातियों के लिए मैं इस सभा के दरवाजों को मैं खोलता हूँ ताकि सारे अन्य जाति लोग आ सके. അത് വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ തട്ടി ചില നിമിഷങ്ങൾ ജാതികളെ സ്വാഗതം ചെയ്തിട്ട് आमीन. हाथ ताली बजाकर अन्य जातियों को स्वीकार करे, स्वागत करे. ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല ദൈവസഭ, ഭൂമിയിലെ മാനവ ജാതിക്ക് മുഴുവൻ അവകാശമായ യേശുവിന്റെ രക്തം, യേശുവിന്റെ സ്നേഹം അത് അനുഭവിപ്പാൻ ഈ സഭയുടെ വാതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൂതന്മാർ സാക്ഷിയാക്കി, സ്വർഗം സാക്ഷിയായി, സഭ സാക്ഷിയായി, അധോലോകം മുഴുവൻ സാക്ഷിയായി ഈ പകൽ ഞാൻ തുറക്കുന്നു. ആമേൻ. യേശുവിൻ നാമത്തിൽ. आमीन. सभा सिर्फ मसीह लोगों के लिए नहीं है, लेकिन सभा हर एक अन्य जातियों के लिए, हर एक वो लोगों के लिए जो जिसके लिए परमेश्वर ने अपना खून बहाया, जिसके लिए परमेश्वर ने अपना जीवन दिया, जो परमेश्वर उनसे प्रेम करता है. പ്രസംഗം മനസ്സിലായില്ലെങ്കിലും പാട്ട് മനസ്സിലായില്ലെങ്കിലും അവർ ആലയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അവരെ സൗഖ്യമാക്കി അവരെ വിടുവിച്ച് ജാതികൾ കൂട്ടം കൂട്ടമായി ആലയത്തിനകത്തേക്ക് ദൈവം പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. हमें लोग शायद हो सकता है कि उन लोग गीतों को ना समझ पाए, प्रार्थना को ना समझ पाए, लेकिन जब उन लोग इस स्थान में आते हैं परमेश्वर की उपस्थिति उनको छूने पाए और उसी प्रकार अन्य जाति लोग यहाँ पर आने पाए. Praise the Lord. बोले प्रेज द लॉर्ड. ഭൂമിയെ അവകാശമാക്കണം. हमें इस जाति जाति के लोग तेरा संपत्ति होगा. ഭൂമിയെ അവകാശമാക്കണം. हमें वो जो भूमि वो तेरे लिए मैं दे दूंगा. हालेलुया.
ഹല്ലേലൂയ. हालेलुया। അടുത്ത കാര്യം കൊടുത്തോട്ട് ഭൂമി അവകാശമാക്കണം എന്ന് പറ. बोलिए इस भूमि आपके लिए बन जाएगा। ഈ ഭൂമി അവകാശമാക്കണം. आमेन। इस भूमि को आपको क्या करना है? अधिकार लेना उसके ऊपर। അവകാശത്തിന് എന്തോ ഹിന്ദി പറയുന്നത്? भाग, അവകാശം, റൈറ്റ്. യു ആർ റൈറ്റ്. आपका हक बनता है। പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി നിന്റെ അവകാശമാണ്. ये भूमि आपका हकदार है। ഹല്ലേലൂയ. ഈ ഭൂമി നിന്റെ അവകാശമാണ്. ये भूमि आपका हकदार है। രണ്ട് പേരോട് കരം കൊടുത്തിട്ട് പറഞ്ഞാടി ഈ ഭൂമി നിന്റെ അവകാശമാണെന്ന് പറഞ്ഞു. दो लोगों को आप हाथ देकर बोले कि ये भूमि आपका हकदार है। ഈ ഭൂമി നിന്റെ അവകാശമാണ്. आमेन। ये भूमि आपका हकदार है। ഈ ഭൂമി നിന്റെ അവകാശമാണ്. ये भूमि आपका भाग है। ഈ ഭൂമി നിന്റെ അവകാശമാണ്. ये भूमि आपका भाग है। ഈ ഭൂമി നിന്റെ അവകാശമാണ്. ये भूमि आपका भाग है। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുൻപ് ഈ ഭൂമി നിന്റെ അവകാശമാണ്. आमेन। स्वर्ग जाने से पहले ये भूमि आपका भाग है। Say praise the Lord. बोले प्रेज द लॉर्ड। ഹല്ലേലൂയ. हालेलुया। ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, ദൈവം അവരെ അനുഗ്രഹിച്ചു. आमेन। वचन में लिखा है कि परमेश्वर ने उनको आशीष किया। ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. एक का उसका 28वां वचन उत्पत्ति നിങ്ങൾ किताब। സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. आमेन। यहाँ पर लिखा है कि तुम फूलो और फलो और पूरे देश में भर जाओ। ആമേൻ. അതിനു മുമ്പ് അടക്കി എന്ന് അടക്കി, അതിനെ അടക്കി, ഭൂമിയെ അടക്കി ഭരിക്കുന്ന ഒരു മനോജാതി. आमेन। और अधिकार रखो, इसका मतलब है सारे जो मानव जाति वो अधिकार जताने के लिए आए हैं। ആമേൻ. പട്ടണങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. आमीन। ये शहर आपके लिए इंतजार कर रहा है। ഗ്രാമങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. और जो गांव है वो आपके लिए इंतजार कर रहा है। ട്രൈബുകൾ നിനക്കായി കാത്തിരിക്കുന്നു. और जो लोग है वो आपके लिए इंतजार कर रहा है। ഭൂമിയുടെ അതിർവരമ്പുകൾ നിനക്കായി കാത്തിരിക്കുന്നു. വചനം പറയുന്നു, ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, നീ അവനെ സബ്ഡ്യൂ ചെയ്യുക, നീ അവനെ അടക്കുക. आमीन। परमेश्वर कहता है कि उनको आशीष देने के बाद परमेश्वर कहता है कि तुम सारे सृष्टि पर तुम अधिकार रखो। Say praise the Lord. बोले प्रेज द लॉर्ड। ദൈവം ദൈവമക്കളായി നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിൽ അഴഞ്ഞ് ഉലഞ്ഞ് വിശന്ന് വലഞ്ഞ് നടക്കുവാനല്ല, ഈ ഭൂമിയിന്മേൽ അധികാരത്തെ സ്ഥാപിക്കാനാണ്. ദൈവം ദൈവസഭയെ ഈ പട്ടണത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് ദൈവം എന്നെയും നിന്നെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ആക്കി എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പട്ടണത്തെയും ഈ രാജ്യത്തെയും അവകാശം പറയുന്ന ചില ആഭിചാര മണ്ഡലങ്ങൾ, മന്ത്രവാദ ശക്തികൾ, ദേശശക്തികൾ, വരുത്തുപോക്കുകൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്നത്, ആ ജനങ്ങളെ ഉപദ്രവിക്കുന്നതായ ചില ശക്തികളുടെ മേൽ അധികാരം പെടുത്തുവാൻ, അതിനെ അടക്കുവാൻ ഇന്ന് പകൽ ദൈവസഭയെ പേർ ചൊല്ലി അവൻ വിളിച്ചിരിക്കുന്നു. आमीन। परमेश्वर ने आपको दुख में, Praise the कष्ट Lord. में झुक कर रहने के लिए नहीं बुलाया है, लेकिन परमेश्वर का वचन कहता है कि परमेश्वर ने हालेलुया आपको और हमें बनाया ताकि इस पूरे पृथ्वी को बस करने के लिए और उसके ऊपर अधिकार करने के लिए परमेश्वर ने आपको और हमें बुलाया है। Say praise the Lord. बोले प्रेज द लॉर्ड। ഹല്ലേലൂയ. हालेलुया। അടുത്തോടെ കരം കൊടുത്തിട്ട് പറഞ്ഞാടി, ഈ ഭൂമിയുടെ മേൽ ചില അവകാശം നിനക്കുണ്ടെന്ന് പറഞ്ഞാടി. आप एक दूसरे को हाथ देकर बोले कि इस भूमि पर आपका हक है, आपका बस चलता है। ശബ്ദം ഉയർത്തി പറഞ്ഞേ, 10 പേര് കേൾക്കട്ടെ. അതൊരു കൺഫെഷൻ ആണ്. 10 लोग सुनने पाए। നിനക്ക് ചില റൈറ്റ് ഉണ്ട്. आमीन। इस भूमि में आपको मतलब अधिकार, आपका कुछ हक बनता है। ഈ ഭൂമിയിൽ നിനക്ക് റൈറ്റ് ഉണ്ട്. इस भूमि में आपका हक നീ है। മനുഷ്യനാണെങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ റൈറ്റ് ഉണ്ട്. अगर आप मनुष्य है तो आपको इस पृथ्वी पर हक നീ है। നീതിമാനാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്ക് അവകാശമുണ്ട്. अगर धार्मिक व्यक्ति है तो इस भूमि आपका भाग है। Say praise the Lord. बोले प्रेज द Say लॉर्ड। hallelujah. बोले हालेलुया, Hallelujah. हालेलुया। നീ വിചാരിക്കുന്ന ഒരു പക്ഷേ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ആരും കേട്ടില്ലെങ്കിൽ സാരമില്ല. ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ കാതുള്ള ഒരു ഭൂമിയാണ് ഈ ഭൂമി. हो सकता है कि मेरी बात को आप में से कोई लोग समझ नहीं पा रहे, लेकिन मेरी बातों को समझने वाला एक भूमि है। ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, ഈ ഭൂമിക്ക് ഒരു കാതുണ്ട്. എന്റെ ശബ്ദത്തെ കേൾക്കാൻ, ഞാൻ പറയുന്നത് കേട്ടനുസരിക്കാൻ. കാറ്റും കടലും മാത്രമല്ല അവന്റെ വാക്കിന് കീഴ്പ്പെടുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ. ആമേൻ. ഭൂമിക്ക് ഒരു കാതുണ്ട്. आमीन। वचन कहता है कि और पृथ्वी में भर जाओ और उसको अपने बस में कर लो। अगर ये वचन परमेश्वर ने हमें दिया है तो हालेलुया सिर्फ हवा नहीं सुन सकता, लेकिन ये भूमि भी हमारी बात को सुन सकता है। നിന്റെ വാക്ക് കേൾക്കാൻ ഈ ഭൂമിക്ക് കാതുണ്ട്. आपकी आवाज को सुनने के लिए ये इस भूमि का कान है। Yes.
Say praise the Lord. बोले प्रेज द लॉर्ड। 2026 നീ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? നീ ചില കാര്യങ്ങൾ ഭൂമിയോട് കൽപ്പിക്കാൻ പോവുകയാണ്. आमेन। अभी से आप क्या करने जा रहे हैं? आप इस भूमि को आप कुछ चीजों को बोलने जा रहे हैं। നിനക്ക് ലഭിക്കുന്ന ഈ ആഹാരം ഭൂമിയിൽ നിന്ന്, നിനക്ക് ലഭിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടത് ചിലത് ഭൂമിക്കകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. आमेन। अगर आपको खाना, अगर आपको पीना, पानी, अगर वो आपको भूमि से मिलता है तो इस भूमि से पाने वाले बहुत सारी चीज है। Say hallelujah. Say hallelujah. Hallelujah. Say hallelujah. Say hallelujah. ഈ ഭൂമിയുടെ മേൽ ദൂതന്മാർക്കല്ല അധികാരം കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമിയുടെ മേൽ ദൈവം അവകാശം കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ്. आमेन। इस भूमि के ऊपर सिर्फ स्वर्गदूतों को अधिकार नहीं दिया है, इस भूमि पर अधिकार मनुष्य को दिया है। ആർക്കാ അവകാശം അധികാരം കൊടുത്തിരിക്കുന്നത്? किसको अधिकार दिया है? മനുഷ്യനാണ് അധികാരം बोले കൊടുത്തിരിക്കുന്നത്. मनुष्य को अधिकार दिया है। പറഞ്ഞിട്ട് മനുഷ്യൻ അധികാരം बोले കൊടുത്തിരിക്കുന്നു. इस पृथ्वी पर मनुष्य को अधिकार दिया है। എനിക്ക് അധികാരം തന്നിരിക്കുന്നു. बोले मुझे अधिकार दिया गया है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. आमेन। ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത് അധികാരികളെ പോലെയാണ്. इस भूमि में हमें कैसे जीना है? अधिकारी बनकर जीना है। പാസ്റ്റർ, എന്റെ അനുഗ്രഹം എന്താ ലേറ്റ് ആവുന്നേ? पास्टर क्यों मेरे जो आशीष इतना देरी से क्यों आ रहा ഈ है? ഭൂമിയോട് കൽപ്പിക്കുന്നില്ല. आप क्योंकि आप भूमि पर आप मतलब बोल नहीं रहे, घोषणा नहीं कर रहे हैं എന്തോ തെളിവുള്ള പാസ്റ്റർ के लिए। വടക്കാരായിരിക്കുന്നേ തെക്കാരായിരിക്കുന്നേ അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നിനക്ക് അവരോട് കൽപ്പിക്കാനുള്ള റൈറ്റ് ഈ വചനത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. हमें पूर्व में क्या है, पश्चिम में क्या है, हम नहीं जानते हैं, लेकिन वचन से हमें बताया गया है कि हम अधिकार से खोल सकते हैं। നീയും സൂര്യനുമായി യാതൊരു ബന്ധവുമില്ല, പക്ഷെ നിനക്ക് സൂര്യനോട് കൽപ്പിക്കാം, സൂര്യ നീ അയ്യോൻ താഴ്വരയിൽ നീ നിൽക്കുക. आमेन। आपको हो सकता है कि सूर्य के साथ कोई भी मतलब काम नहीं है, लेकिन फिर भी आप सूर्य को बोल सकते कि हे सूर्य तुम रुक जाओ। ചന്ദ്ര നീ അവിടെ നിൽക്കുക. आप बोल सकते कि हे चंद्र तुम रुक जाओ। നിനക്ക് മാനസികമായി ആത്മീകമായി മാനുഷികമായി യാതൊരു കപ്പാസിറ്റി ഇല്ലെങ്കിലും സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ച വിശുദ്ധന്മാർ ഉള്ള തിരുവചനമാണ് ഈ വചനം. हमें हो सकता है कि सूर्य के साथ, चंद्रमा के साथ कोई भी रिश्ता नहीं है, लेकिन परमेश्वर के वचन में हम देख सकते हैं कि पवित्र लोग, धार्मिक लोग ने इनको नियंत्रण किया। അവൻ ഭൂമിയുടെ നിയന്ത്രണം വിട്ട് ആകാശ മണ്ഡലങ്ങൾക്കകത്ത് കയറി അവൻ ഇപ്രകാരം സൂര്യ നീ അയ്യോൻ താഴ്വരയിൽ നിൽക്കുക, ചന്ദ്ര നീ അവിടെ നിൽക്കുക, എന്റെ പ്രവൃത്തി തീരുന്നിടം വരെ നീ അവിടുന്ന് അനങ്ങരുത്. आमीन। वचन में हम देख सकते हैं कि एक व्यक्ति ने सूर्य से बोला कि तुम वहां उस तराई में तुम रुक जाओ, जब तक मेरा काम ना पूरा हो जाए तुम वहां रुके रहो। ഇന്ന് പകൽ വിശുദ്ധന്മാരാരോ അധികാരം ഏറ്റെടുത്തിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു, എന്റെ അനുഗ്രഹം വരുന്നിടം വരെ ഈ രാത്രി ഈ പകൽ തീരരുത്, എന്റെ നന്മ എന്റെ വീട്ടിൽ പ്രവേശിക്കുന്നിടം വരെ ഈ രാത്രി കടന്നു വരരുത് എന്ന് പറയുന്ന ചില അധികാരസ്ഥന്മാർ, അധികാരികൾ ഈ പകൽ ആലയത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. आमीन आमीन आमीन। आज शायद कोई लोग ऐसा है कि जो बोल रहा है कि आज का दिन जब तक मेरी आशीष ना आ जाए, आज अगर इस हालेलुया आज इस पूरे दिन में जब तक मेरी आशीष ना आ जाए सूर्य अस्त नहीं होना है, ऐसे बोलने वाले लोग अधिकार के साथ हमारे बीच में है। ആരുടെയൊക്കെ ഉള്ളിൽ നിന്ന് ലോകത്തോടുള്ള ദാസ്യത്വത്തിന്റെ സ്പിരിറ്റിനെ, ഡിസൊബീഡിയന്റ് സ്പിരിറ്റിനെ കർത്താവ് ഈ വചനത്തിൽ കൂടി അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. आमीन। ये दासत्व की आत्माओं को परमेश्वर आज कुछ लोगों के जीवन से हटा रहा है। ഒരു കാലഘട്ടമായപ്പോൾ പ്രവാചകൻ വന്ന് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്യുകയില്ല. आमीन। कुछ पीढ़ियों के बाद एक भविष्यवक्ता आकर बोलता है कि जब तक मैं ना बोलूं ना कोई ओस गिरेगा ना कोई बरसात होगी। മഴയില്ലെങ്കിൽ കൃഷിയില്ല, കൃഷിയില്ലെങ്കിൽ ബിസിനസ് ഇല്ല, ആഹാരമില്ല, മഴയില്ലെങ്കിൽ കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഒരു പ്രവാചകൻ ഒരു അന്തരീക്ഷത്തിൽ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്തിലെ കിളിവാതിൽ തുറക്കുകയില്ല. ഈ ഭൂമിയെ നനയ്ക്കാൻ വന്നുകൊണ്ടിരുന്ന മഞ്ഞും മഴയും ഇനി മേലാൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ വരികയില്ല. ഹേ ഏലിയാവേ, നിന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എവിടുന്ന നിനക്ക് ഈ വെളിപ്പാട്? അവൻ പറയും, ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അധികാരം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. आमीन। अगर बरसात नहीं होगी तो कृषि का काम नहीं होगा, अगर कृषि का काम नहीं होगा तो हमको भोजन, हमको खाने के लिए नहीं मिलेगा, स्नान करने के लिए पानी नहीं होगा। हालेलुया। ऐसा एक भविष्यवक्ता आकर बोला कि जब तक मैं ना बोलूं आकाश से बरसात नहीं होगा। आए हम एलिया से पूछे कि एलिया तुमने क्यों ऐसा बताया? वो बोलता है कि ये पूरे पृथ्वी के अधिकार, उसके ऊपर अधिकार जताने के लिए परमेश्वर ने मुझे अधिकार दिया
किया है। Praise the Lord. Praise the Lord. ഇന്ന് പകൽ ദൈവസഭയുടെ അധികാര പരിധികളെ ദൈവം മാറ്റാൻ പോവുകയാണ്. आज सुबह परमेश्वर आपके अधिकार के सीमाओं को वो चौड़ा करने जा रहा है। നീ കെഞ്ചിക്കേണ്ടത് നീ ഒരു നേരത്തെ ആഹാരത്തിലുണ്ട് കരയുന്ന കരച്ചിലൊക്കെ മാറ്റിയിട്ട് ചില പട്ടണങ്ങളെ നോക്കി ഇന്ന് പകൽ നീ ഡിക്ലെയർ ചെയ്യാൻ പോകുക. ഹേ തൗഷമാനഗതനിയ ഉടൽക്കമനഗടലഗതനിയ തര. आमेन आमेन। आप एक बार के खाना के लिए, एक बार के भोजन के लिए रोने वाले लोग, आज आप हालेलुया परमेश्वर आपको जाति जाति को देने जा रहा है, उस पर आप दृष्टि लगाए। നിങ്ങളുടെ തേജസ് ഇന്ന് പകൽ വർദ്ധിക്കാൻ പോവുകയാണ്. आपकी जो महिमा है वो बढ़ने जा रहा നിങ്ങളുടെ है। തേജസ് നിങ്ങൾ എത്രത്തോളം ഈ വചനത്തെ ഗൗരവത്തോടെ കാണുന്നു അത്രത്തോളം നിങ്ങളുടെ തേജസ് ഇന്ന് പകൽ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. जितना जितना मतलब आदर के साथ, महत्व के साथ आप इस वचन को देखेंगे, स्मरण करेंगे, उतना महिमा इस वचन से आपके जीवन में प्रकट होगा। 40 രാവും 40 പകൽ പർവ്വതത്തിൽ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു അവന്റെ തേജസ് വർദ്ധിച്ചു. आमीन। 40 दिन और रात जब वो परमेश्वर की उपस्थिति में था उस पर्वत में, जब वो नीचे आया उसके चेहरे में जो महिमा वो बढ़ता गया। ഉപവസിച്ച് കഴിയുമ്പോൾ നിനക്ക് സംഭവിക്കുന്നത് കാറും വീടുമല്ല കിട്ടുന്നത്, നിനക്ക് ലഭിക്കുന്നുണ്ട് തേജസ് അവൻ വർദ്ധിപ്പിക്കുകയാണ്. आमीन। उपवास प्रार्थना होने के बाद आपको घर बंगला गाड़ी नहीं मिलने जा रहा है, लेकिन आपकी महिमा बढ़ने जा रही है। Praise the Lord. बोले प्रेज द लॉर्ड। എന്താണ് തേജസ്? महिमा क्या है? ബൈബിളിനകത്ത് ഏറ്റവും വില കൂടിയ വാക്ക്, बाइबल में सबसे कीमती वाक्य है। ബൈബിളിനകത്ത് ഏറ്റവും വില കൂടിയ വാക്ക്, बाइबल में सबसे कीमती वाक्य है, most precious word in the word of God. सबसे कीमती वचन परमेश्वर के തേജസ്, महिमा, തേജസ്, महिमा, തേജസ്, महिमा, തേജസ്. महिमा। മനുഷ്യന് സാധാരണ കിട്ടാത്തൊരു സാധനം, जो चीज मनुष्य को साधारण से नहीं मिल सकती है, കാത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. लेकिन जो परमेश्वर की बाट जोते हैं, जो इंतजार करते हैं, उनको मिलने वाली चीज है ദൈവത്തോട് महिमा। ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഓഫറിംഗ് ആയി വെച്ചിരിക്കുന്നത്. हमें जो परमेश्वर के साथ जुड़े रहते हैं उनको दान में मिलने वाली चीज है അവൻ महिमा। കൊടുക്കുന്ന വസ്ത്രമാണ് തേജസ്സിന്റെ വസ്ത്രം. वो जो पहनते हैं वो वस्त्र है महिमा की वस्त्र। ഇന്ന് പകൽ ശാപത്തിന്റെ വസ്ത്രങ്ങളെ മാറ്റി, അടിമത്തത്തിന്റെ വസ്ത്രങ്ങളെ മാറ്റി അവൻ തേജസ് ധരിപ്പിക്കുന്ന പകലാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്. आमीन। वो श्राप के वस्त्र को हटाकर, वो लज्जा के वस्त्र को हटाकर, वो महिमा के वस्त्र को आपको पहना रहा है। ഇന്ന് വരെ ധരിച്ചത് പക്ഷേ അപമാനത്തിന്റെ വസ്ത്രമായിരിക്കാം, അപമാനത്തിന്റെയും അവൻ ലജ്ജയുടെ വസ്ത്രമായിരിക്കാം. എന്നാൽ വസ്ത്രത്തെ മാറ്റി അവൻ തേജസ്സിന്റെ വസ്ത്രത്തെ ഇന്ന് പകൽ അവൻ ഉടുപ്പിക്കാൻ പോവുകയാണ്. आमीन। हो सकता है कि इतने दिनों में आप अपमान और आप क्या होते थे, निर्बलता की वस्त्र को पहनते थे, लेकिन आज परमेश्वर वो वस्त्र को हटाकर वो महिमा के वस्त्र को पहना रहा है। Thank you Jesus. Thank you Jesus. धन्यवाद, Thank you Jesus. धन्यवाद। ദൈവത്തിന്റെ വസ്ത്രം തേജസ്. परमेश्वर का जो वस्त्र है महिमा का, നമുക്ക് തരാൻ പോകുന്ന വസ്ത്രത്തിന്റെ പേര് തേജസ്. आपको जो परमेश्वर एक वस्त्र देने जा रहा है उसका नाम है महिमा का നമ്മൾ वस्त्र। ശുശ്രൂഷിക്കുമ്പോൾ ലഭിക്കുന്നത് തേജസ്. जब आप सेवकाई करते हैं आपको क्या मिलता है? वो महिमा। നമ്മെ നടത്തുന്നത് തേജസ്സിലേക്ക്. हमको अगुवाई कहाँ कर रहा है? महिमा की ओर। പുതിയ നിയമ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷ. ओ नए नियम की जो सेवकाई वो महिमा की सेवकाई है। അവർക്ക് ലഭിക്കുന്നത് തേജസ്സിന്റെ കിരീടം. आमीन। उसको क्या मिलने जा रहा है? महिमा की एक मुकुट मिलने जा रहा തന്റെ है। ജനത്തെ അവൻ നടത്തുന്നത് ഇരുട്ടിൽ നിന്ന് തേജസ്സിലേക്ക്. अपने लोगों को वो अंधकार से वो महिमा की ओर वो ले जा ഈ रहा है। വാക്കിന് തുല്യം വെക്കാൻ ഈ ഭൂമിയിൽ കോടാന കോടി സമുദ്രത്തിനകത്ത് കിടക്കുന്നത്, കരയ്ക്കകത്ത് കിടക്കുന്ന സകല സ്വർണ്ണങ്ങളും ഒരുമിച്ച് വെച്ചാൽ പറ്റാത്ത അതിന് മുകളിൽ നിൽക്കുന്ന വാക്കത്രേ തേജസ്. आमीन। ये पृथ्वी के सारे सीमाओं को पार करके उसके महिमा में है परमेश्वर की महिमा। Praise the Lord. The glory of God, glory of God, परमेश्वर की महिमा, glory of God. परमेश्वर की महिमा। തന്റെ ശുശ്രൂഷകന്മാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ glory reveal ചെയ്യും. आमीन। हालेलुया। उसकी महिमा जिसको कोई रोक नहीं सकती है। അവന്റെ മഹത്വം ഇറങ്ങിയാൽ നിനക്കവിടെ പേരില്ല, നിനക്കവിടെ സ്ഥാനമില്ല. നീ ബിഷപ്പല്ല, നീ പാസ്റ്ററല്ല, നീ പ്രിൻസിപ്പളല്ല, നീ ബിസിനസ്സുകാരനല്ല. അവിടെ തേജസ് മാത്രം. Glory of God. അവന്റെ പുതപ്പിന്റെ പേരത്രേ മഹത്വത്തിന്റെ പുതപ്പ്. आमीन। उसका महिमा आ जाने से वहाँ कोई पास्टर नहीं है, बिशप नहीं है, भविष्यवक्ता नहीं है, सारा नाम वहाँ पर फीका पड़ जाएगा और वो है परमेश्वर की महिमा। എല്ലാവരും തേജസ്സിന്റെ വസ്ത്രം ധരിക്കണം എന്ന് എനിക്ക് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല.
बोले बोले सबको नहीं मिल सकता ये महिमा का वस्त्र, പക്ഷേ ഈ ശുശ്രൂഷയുടെ ആരുടെങ്കിലും ഒരാളുടെ മേൽ അത് വീഴും. लेकिन इस सेवकाई के बीच में किसी एक व्यक्ति के ऊपर गिरेगा. തേജസ്സിന് പകരമായി ദൈവം കാണിക്കുന്നത് പുതപ്പിനെയാണ് കാണിക്കുന്നത്. हमें ये जो महिमा को क्या दिखाता है, एक चादर दिखाता है. ഒരു പുതപ്പും സ്വർഗ്ഗത്തിൽ എടുക്കത്തില്ല. हमें ये वो चादर स्वर्ग नहीं ले जाता है. അവൻ സ്വർഗ്ഗത്തിൽ പോകുന്നതിന് പുതപ്പ് താഴെ ഇടണം. स्वर्ग जाने से पहले वो जो चादर है वो नीचे इस पृथ्वी में फेंकना है. അഭിഷിക്തന്മാരുടെ പുതപ്പുകൾ കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. आमीन. അഭിഷിക്തന്മാരുടെ തേജസ് കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. आमीन. और अभिषिक्त दासों का जो महिमा है वो हमारी महिमा है. പണ്ഡിത രമാഭായിയുടെ തേജസ് കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. और हालेलुया, जो पंडित रामाबाई की जो महिमा है वो हमारे देश में है. വില്യം കേരിയുടെ പൊടുപ്പ് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ രാജ്യം. और विलियम केरी की जो महिमा ये हमारे देश में है. ഡിജിഎസ് ദിനകരൻ അങ്കിളുടെ പുതപ്പ് കിടക്കുന്ന രാജ്യമാണ്, തേജസ് കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. आमीन. डीजीएस दिनकरन की जो महिमा है वो हमारे देश में ही है वो അവൻ महिमा. കർത്താവിനോട് യാഗമാക്കപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിന്റെ തേജസ് കിടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. हमें ग्रहम स्टेन जो हमारे देश में मर गया उसकी महिमा वो हमारे देश में उसका महिमा का चादर है. നമ്മുടെ രാജ്യത്തിനകത്ത് ദൈവം ഈ വർഷം വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. आमीन. हालेलुया, इस साल में परमेश्वर हमारे देश में बड़े कामों को करने जा रहा है. അതിന്റെ മഹത്വം വർദ്ധിക്കാൻ പോവുകയാണ്. आपकी महिमा बढ़ने जा रहा है. ചെറുത് കരങ്ങൾ ഉയർത്തി സ്തോത്രം हाथ को പറഞ്ഞു. उठाकर परमेश्वर को धन्यवाद करें. എന്തിനു വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നറിയാമോ? क्यों परमेश्वर इंतजार कर रहा है जानते हैं? റോമാലേഖനം 8-ാം അധ്യായം रोमियो उसका 8वां अध्याय അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ उसका 18वां वचन से नीचे जब हम पढ़ेंगे നമുക്ക് കാണുവാൻ സാധിക്കുന്നു, वहाँ हम देख നമ്മിൽ सकते हैं। വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, आमीन. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, और अगर वो जो महिमा अगर हमारे और अगर प्रकट होगा, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. आमीन. हालेलुया. क्योंकि सृष्टि नहीं आशा भरी दृष्टि से परमेश्वर के पुत्र के प्रकट होने की बात जोती रहती है. Verse 18. 18वां वचन, क्योंकि मैं समझता हूँ कि इस समय के दुख और क्लेश उस महिमा के सामने जो हम पर प्रकट होने वाली है कुछ भी नहीं है. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, जो महिमा हमारे जीवन में प्रकट होने वाला जो महिमा है, കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. इस संसार इस समय के जो कष्ट और क्लेश है उसका मतलब वो बराबर नहीं है. അവിടെ കൊണ്ട് ആ വാക്കിനെ നിർത്തുകയല്ല. वहां पर वो वाक्य नहीं रुकता है. അടുത്ത വാക്യം പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. और नीचे लिखा है क्योंकि सृष्टि बड़ी आशा भरी दृष्टि से परमेश्वर के पुत्र के प्रकट होने की बाट जोता रहता है. ആരായി സൃഷ്ടി? ये सृष्टि क्या है? ശ്രദ്ധിച്ചേ, ആരായി സൃഷ്ടി? ये सृष्ടി कौन है? ആരായി സൃഷ്ടി? ये सृष्टि कौन है? അല്ല, നമ്മളല്ല സൃഷ്ടി. हम नहीं है सृष्टि. ദൈവം സൃഷ്ടിച്ച മറ്റു പലതും ഈ ഭൂമിയിലുണ്ട്. आमीन. परमेश्वर ने और भी चीजों को जो इस पृथ्वी में बनाया. ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ആരാ ദൈവപുത്രന്മാർ? ये सृष्टि परमेश्वर के पुत्र के प्रकट होने के लिए. ये परमेश्वर के पुत्र कौन है? ഓ താങ്ക് യു ജീസസ്. നിന്റെ വീടിനകത്ത് നിൽക്കുന്ന ബദാം മരം ഉൾപ്പെടെ, നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആമേൻ ഏത് സൃഷ്ടിയായിക്കൊള്ളട്ടെ, അവരെല്ലാം കാത്തിരിക്കുന്നത് നിന്നിൽ വെളിപ്പെടാനുള്ള തേജസ്സാണ്. आमीन. आपके घर के सामने जो भी सृष्टि है वो सारे चीज किसके लिए इंतजार कर रहा है? आपके जीवन में महिमा की सृष्टि इंतजार कर നിന്നിൽ रहा है. വെളിപ്പെടാനുള്ള തേജസ് കാത്തിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് പുറത്തുള്ളത്. ഞാൻ തെളിയിക്കാം. आमीन. आपके जीवन के द्वारा प्रकट होने वाले उस महिमा के लिए सारे सृष्टि इंतजार कर रहा है. ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു. हाथ को उठाकर परमेश्वर को धन्यवाद करें. അനേക വർഷങ്ങൾക്കും PG വർഗീസ് എന്ന് പറഞ്ഞ ദേവദാസൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. और बहुत सालों पहले पीजी अंकल वो इस प्रकार गवाही लिखा. അദ്ദേഹം നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ സുവിശേഷം എത്തപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയി, ചുരുക്കമേ പറയട്ടെ, വസ്ത്രം ധരിക്കാത്ത, കൃഷിയില്ലാത്ത, മഴയില്ലാത്ത, അവൻ ഒരു കൃഷികളില്ലാത്ത ദരിദ്രരെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയി സുവിശേഷം പറഞ്ഞു. അവിടെ സഭ സ്ഥാപിച്ചു, ആരാധന തുടങ്ങി, ആൾക്കാർ വസ്ത്രം ധരിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി, കൃഷി വർദ്ധിച്ചു. ഞായറാഴ്ചകളിൽ വലിയ വലിയ ഫലവുമായിട്ടാണ് അവർ ആരാധനാലയത്തിലേക്ക് അവർ കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മഹത്വം വർദ്ധിക്കുമ്പോൾ, ആരാധന വർദ്ധിക്കുമ്പോൾ സൃഷ്ടി അതിനെ വെളിപ്പെടുത്തും.
आमेन। ये जो पीजी अंकल जो है, ये गांव में जहाँ पर मतलब लोग कपड़े नहीं पहनते थे, जहाँ पर मतलब खेती बाड़ी का काम नहीं होता था, व्यापार नहीं होता था, कुछ भी नहीं होता, ऐसे मतलब एकदम सुनसान जगह में जाकर वहाँ पर जब सेवकाई करना शुरू हुआ, उस जगह पर लोग खेती बाड़ी करने लगे, कपड़े पहनने लगे, काम करने लगे और अच्छे अच्छे अनाज के साथ वो कलीसिया आने लगे। इसका मतलब है जहाँ परमेश्वर की महिमा प्रकट होती है वहाँ लोग बढ़ते हैं। ഹല്ലേലൂയ. बोले हालेलुया। നിന്റെ വീടിനകത്ത് ദാരിദ്ര്യം മാറണമെങ്കിൽ നിന്റെ വീടിനകത്ത് നിന്റെ തേജസ് വർദ്ധിക്കണം. आमीन। आपके घर में अगर दारिद्रता को भागना है तो आपके जीवन में महिमा प्रकट होना है। നിന്റെ ശമ്പളം വർദ്ധിക്കണമെങ്കിൽ നിന്റെ മഹത്വം വർദ്ധിക്കണം ആദ്യം. आपका तनख्वाह अगर बढ़ना है तो आपके जीवन में महिमा बढ़ना है, നിന്റെ തേജസ് വർദ്ധിക്കണം. आपकी महिमा बढ़ना है। നിന്റെ തേജസ് വർദ്ധിക്കുമ്പോൾ നിന്റെ കമ്പനി ഉടമസ്ഥന്മാർ പറയും, നിന്നോട് കൂടെ ബിസിനസ് ചെയ്യുന്നവർ പറയും, ഹേ ഇത് പോരാ, ഇവന് ഇനിയും ഇവന് കൊടുക്കണം. आमीन। हाल जब आपकी महिमा बढ़ेंगे तो जहां आप काम करते हैं वो लोग ही बताएंगे, नहीं इसको और भी उन्नति करना है, इसको और भी ऊंचे पद में लेकर जाना है। മനുഷ്യൻ മാത്രമല്ല ഭൂമിക്ക് വരെ മനസ്സിലാകും നിനക്ക് മഹത്വം വർദ്ധിച്ചിരിക്കുന്നു. आमीन। सिर्फ मनुष्य को ही नहीं पता चलेगा, लेकिन ये भूमि भी समझ जाएगा कि आपकी महिमा बढ़ गया है। തേജസ് വർദ്ധിക്കുമ്പോൾ ഭൂമിക്ക് മനസ്സിലാകും നിനക്ക് ഇത് കൊടുത്താൽ പോരാ, നിനക്ക് ഇനിയും കൊടുക്കണമെന്ന് ഭൂമിക്ക് മനസ്സിലായിട്ട് ഭൂമി അതിനനുസരിച്ച് നിനക്ക് അനുകൂലമായി സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. आमीन। जब आपकी महिमा बढ़ेंगे तो ये भूमि भी समझ जाएगा कि हाँ आपका महिमा बढ़ा है और ये भूमि आपके लिए काम करेंगे। ഇന്ന് പകൽ ദൈവസഭയുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. आमीन। आज सुबह परमेश्वर इस सभा के हालात को बदलने जा रहा है। ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റിനെ കർത്താവ് ഓടിച്ചു വിടാൻ പോവുകയാണ്. आमीन। दारिद्रता की आत्मा को परमेश्वर भगाने जा रहा है। എനിക്കറിയാം ചിലരൊരു പ്രസംഗം കേട്ട് അവസാനിപ്പിച്ച് 1 മണിയാൻ പോകാതിരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് മഹത്വം പ്രാപിച്ചിട്ടേ പോകാവൂ, തേജസ് പ്രാപിച്ചിട്ടേ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. आमीन। कुछ लोग सोचते हैं कि 1 बजे हो जाने के बाद हम चले जाएंगे, लेकिन आज आप जाएंगे, महिमा के साथ जाएंगे। അടുത്ത വാക്യത്തിൽ പറയുന്നു, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. और 20वां वचन में लिखा है, क्योंकि सृष्टि अपनी इच्छा से नहीं परन अधीन करने वाले की ओर से व्यर्थता के अधीन इस दशा से की गई। ശ്രദ്ധിച്ചേ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. अभी जो बोलने जा रहे हैं आप ध्यान दीजिए। ഈ ഭൂമി നിങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാണ്. आमीन। ये भूमि आपके साथ वो काम करने के लिए तैयार है। നിങ്ങൾക്ക് അനുകൂലമായി അത് നിൽക്കാൻ തയ്യാറാണ്. आमीन। आपके लिए अच्छाई करने के लिए तैयार है। നിങ്ങളുടെ തേജസ് വർദ്ധിക്കുന്തോറും आमीन। जब आपकी महिमा बढ़ती है ഈ ഭൂമിയിലെ സകലരും നിനക്ക് അനുകൂലമായി വരും. ये भूमि के सारे चीज आपके भलाई के लिए आ जाएंगे। കാറ്റ് നിനക്ക് അനുകൂലമായിരിക്കും. आमीन। जो हवा है वो भी आपकी भलाई के लिए आएगा। പർവ്വതങ്ങൾ നിനക്ക് അനുകൂലമായിരിക്കും. ये जो पहाड़ है वो भी आपकी अच्छाई के लिए आ जाएंगे। മരുഭൂമി നിനക്ക് അനുകൂലമായിരിക്കും. मरुभूमि में जो भी है वो भी आपके लिए आएंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। പോരാ, काफी नहीं, പോരാ. ये काफी नहीं है। ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ ഇസ്രായേൽ മക്കളെ എങ്ങോട്ടാ വലിച്ചടിച്ചോണ്ട് പോന്നേ? और आए हम पूछेंगे परमेश्वर से, प्रभु कैसे आप इस सारी लोगों को कैसे आपने बाहर लेकर അവർ गए? അനുഗ്രഹമായി ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച സ്ഥലത്ത് നീ മരുഭൂമിയിലേക്ക് എങ്ങോട്ടാ വലിച്ചടിച്ചോണ്ട് പോകുന്നത്? ദൈവം പറയും, ഹേ എനിക്ക് മിസ്രയും മരുഭൂമിയും ഒരേപോലെ. आमीन। स्तोत्रम। हो सकता है कि हम पूछ रहे परमेश्वर इतने अच्छे भूमि से आप कैसे उनको मरुभूमि में लेकर जा रहे? परमेश्वर कहेगा कि अच्छा भूमि और मरुभूमि मेरे लिए एक समान है। എനിക്കത് മരുഭൂമി, പക്ഷെ എനിക്കത് മരുഭൂമിയല്ല, എനിക്കത് മിസ്രൈമാണെങ്കിലും എനിക്കതിനകത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ട്. ബിക്കോസ് ഐ ക്രിയേറ്റഡ് ദിസ്. മരുഭൂമി ഇവർക്ക് അനുകൂലമായി സഞ്ചരിക്കും. आमीन। तुम्हारे लिए ये मरुभूमि होगा, लेकिन मेरे लिए ये मरुभूमि नहीं है। मिस्र देश जैसे है जहाँ पर दूध, जैसे कानान देश है दूध और मतलब मधु बहने वाला, उसी प्रकार है मरुभूमि मेरे लिए। നീ അധ്വാനിക്കുമ്പോഴത് മരുഭൂമി. जब आप काम करते हैं वो आपके लिए मरुभूमि हो सकता है। നീ അധ്വാനിക്കുമ്പോഴത് മരുഭൂമി. जब आप काम करते हैं तब हो सकता है कि वो मरुभूमि, ദൈവം നടത്തുമ്പോഴത് മരുഭൂമിയല്ല. लेकिन जब परमेश्वर अगुवाई करता है वो मरुभूमि नहीं। യെസ്, ഇന്ന് പകൽ കർത്താവ് ചിലരുടെ യാത്ര മാറ്റും. ആമേൻ. ഇന്ന് ചില എനിക്കറിയാം നിങ്ങൾ പ്രിപ്പയർഡ് വന്നതല്ല,
ഒരു സാധാരണ ആരാധന അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ എനിക്കറിയാം ഇന്ന് പകൽ ചിലരുടെ മരുഭൂമിക്കകത്ത് വെച്ച് നിന്റെ മരുഭൂമിക്കകത്ത് വെച്ച് അവർ കാറ്റ് കൊണ്ടുവരും, കാടപ്പക്ഷിയെ കൊണ്ടുതരാൻ വിശ്വസ്തനായ ദൈവം. आपने शायद साधन लेकिन परमेश्वर आज आपके जीवन को बदलने जा रहा है. परमेश्वर हवा को इस्तेमाल करने जा रहा है आपके लिए, वो सारे पक्षियों को लेकर आने के लिए. നിനക്കാണിത് മരുഭൂമി. ദൈവം പറഞ്ഞു എനിക്കിത് മരുഭൂമിയല്ല, എനിക്കിത് ജീവജല നദി ഒഴുകുന്ന തീരമാണ്. आमीन. आपके लिए ये मरुभूमि हो सकता है लेकिन ये मेरे लिए मरुभूमि नहीं है. मैं इस मरुभूमि में जीवन के जल को स्रोत को मैं बहाऊंगा. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പ്രഖ്യാപിച്ചും പ്രവചിച്ചും പറയട്ടെ, ഭൂമി മുഴുവൻ നിനക്ക് അനുകൂലമായി മാറാൻ പോവുകയാണ്. आमीन. आज मैं भविष्यवाणी बोलता हूं कि ये पूरे भूमि आपके आशीष के लिए बन जाएंगे. ഇന്ന് പകൽ തിരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. നീ തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ നിന്റെ യാത്രയ്ക്ക് അനുകൂലമായി തീരാൻ പോവുകയാണ്. आमीन. अगर आप एक निर्णय लेंगे तो ये भूमि आपके आशीष के लिए बन जाएगा. Say praise the Lord. बोले प्रेज द लॉर्ड. കരങ്ങൾ ഉയർത്തി praise the Lord. हाथ को उठाकर प्रेज द Say लॉर्ड. praise the Lord. बोले प्रेज द लॉर्ड. Say praise the Lord. बोले प्रेज द लॉर्ड. ഫറവോൻ തന്റെ ജനത്തെ വിട്ടയക്കുമ്പോൾ जब फरोन वहाँ जागा से जब लोगों को छोड़ दिया था മിസ്രയീമിൽ 10 വർഷം അടിമകളായിരുന്നു. और ये जो इस्राएली लोग वहाँ पर 400 साल से भी अधिक वहाँ पर दासवत्ता में थे. വചനം പറയുന്നു वचन कहता है മിസ്രയീമിൽ അവരെ നിർബന്ധിച്ചു, പോ മോനെ, ഇത് 10 ബാധകൾ വന്നതിന് ശേഷമാണ്, പോ ഇറങ്ങിപ്പോ. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ സകല ജനങ്ങളും നിങ്ങളുടെ വിടുതലിനായി ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരുന്നു. आमीन. और ये जो मिस्री लोग जो थे, ये 10 पीड़ा मिलने के बाद ये मिस्री लोग नहीं कहा कि तुम जाओ तुम जाओ तुम जाओ. ये देश ही आपको फोर्स करेगा आपके आशीष के लिए. ഞാൻ പറയുന്ന വചനത്തിന്റെ ആഴമെന്ന് ചിലർക്ക് ഗ്രഹിച്ചില്ലെന്ന്, പക്ഷേ എങ്കിലും ഈ വചനം ക്രിയ ചെയ്യും. നിങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, ഈ വചനം കേൾക്കാൻ കപ്പാസിറ്റി ഉള്ള കാതുള്ള ഒരു ഭൂമിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഏബിൾ ടു ലിസൺ. പ്രൈസ് ദി ലോർഡ്. आमीन. आमीन. आप में से कुछ लोग शायद इसको स्वीकार नहीं कर पा रहे, लेकिन ये वचन को सुनने के लिए ये भूमि का कान भी खड़े हैं. മിസ്രയീമിനോട് ചോദിച്ച, മിസ്രയീമിൽ നിങ്ങൾ അവരെ കടന്നു വിട്ടപ്പോൾ നിങ്ങൾ അവരെ നിർബന്ധിച്ചത് എന്തിനാ? അവർ വചനം പറയും, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പീഡകൾ, രോഗങ്ങൾ, ബാധകൾ കണ്ട് താങ്ങാൻ പറ്റാതെ വണ്ണം ഞങ്ങൾ അവരെ നിർബന്ധിച്ച് പോ 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 എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചാണ് ഞങ്ങൾ അവരെ മരുഭൂമിയിലേക്ക്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്നലെ വരെ നിങ്ങളെ പീഡിപ്പിച്ച ചിലതൊക്കെ നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വിജയത്തിനായി, നിങ്ങളുടെ ഉയർച്ചയ്ക്കായി ചിലത് നിങ്ങളെ നിർബന്ധിച്ച് യാത്ര. അവരിഷ്ടം കൊണ്ടല്ല, അവരുടെ ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ അവർ നിർബന്ധിച്ചേ മതിയാകുകയുള്ളൂ. आमीन. अगर हम मिस्र उस फिरौन से जाकर पूछे कि क्यों तुम लोगों ने उसको जबरदस्ती करके भगाया, तो वो बताएंगे कि जो उनके जीवन में जो पीड़ा हुआ, जो तकलीफ हुआ, जो कष्ट हुआ, इसीलिए वो लोगों को जबरदस्त करके उनको बाहर कर दिया. उसी प्रकार ये देश, ये लोग आपको जबरदस्त करके आपको बाहर लेकर जाएगा. Praise the Lord. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കഥ പറയാന്ന്. വചനമെടുത്ത് വായിക്ക്. 105 സങ്കീർത്തനം അതിന് 38 വാക്യത്തിൽ വായിച്ചേ. 105:38 പറയുന്നു, അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു. आमीन. भजन संगीता में लिखा है कि जब उन लोग बाहर गए तो मिस्र लोग आनंद मनाया. Say praise the Lord. बोले प्रेज द लॉर्ड. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു. इस्राएली लोग जब मिस्र को छोड़ा तो मिस्र लोग आनंद मनाया. Say praise the Lord. बोले प्रेज द लॉर्ड. എങ്ങനെയാ നിങ്ങളോട് എനിക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് എനിക്കറിയില്ല, പക്ഷേ ജീവനുള്ള വചനം നിങ്ങളെ അറ്റാച്ച് ചെയ്യുമാറാകട്ടെ. आमीन. हम नहीं जानते कि इस वचन को कैसे आपके साथ जोड़े, लेकिन जीवित जो वचन है वो आपको जोड़ेगा. മിസ്രയീം സന്തോഷിച്ചു. मिस्र लोग वो आनंद मनाया. നിങ്ങൾ പുറപ്പെട്ടപ്പോൾ, ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ മിസ്രയീം സന്തോഷിച്ചു. इस्राएली लोग जब बाहर गए मिस्र से तो जो मिस्र है वो आनंद मनाया. മനസ്സോടെ സന്തോഷിച്ചതല്ല, പക്ഷേ സന്തോഷിപ്പിക്കുമാറാക്കി ദൈവം. और उन लोग मन पूर्वक उन लोग आनंद नहीं मनाया, लेकिन परमेश्वर ने उनको ऐसा किया ताकि वो आनंद मनाए. യെരമ്യാ പ്രവചന പുസ്തകം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. यिर्मयाह की किताब उसका 22वां अध्याय യെരമ്യാ 22:29. 29. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കുക. ഹേ വെയിറ്റ്, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓ എർത്ത് 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 ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഹേ പൃഥ്വി, ഭൂമിയേ ഭൂമിയേ നീ ദൈവത്തിന്റെ വചനം കേൾക്കുക. ഹേ പൃഥ്വി പൃഥ്വി, ഹേ പൃഥ്വി യഹോവ का वचन सुन. ഇത് മനുഷ്യരോട് പറയുന്നതല്ല, ഇത് ഭൂമിയോട് പറയുകയാണ്. നീ ദൈവത്തിന്റെ വചനം കേൾക്കുക.
आमीन। ये मनुष्य को नहीं बताया जा रहा, लेकिन ये पृथ्वी को बताया जा रहा कि यहोवा का वचन सुन। ഹേ ദേശമേ, ഹേ ഭൂമിയേ, ദൈവത്തിന്റെ വചനം കേൾക്കുക. हे पृथ्वी यहोवा का वचन सुन। അപ്പോൾ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു ദേശമുണ്ട്. आपकी बातों को सुनने के लिए एक देश है। ഒരു ഭൂമി നിന്റെ വാക്കുകൾക്ക് കാത്തിരിക്കുന്നു. एक भूमि आपकी बातों को सुनने के लिए तैयार है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ചേർന്ന് കരങ്ങൾ ഹല്ലേലൂയ. कुछ लोग हाथों को उठाकर बोले, നിന്റെ വാക്കുകൾ കേൾക്കാൻ ഭൂമി കാത്തിരിക്കുന്നു. आपकी बातों को सुनने के लिए भूमि तैयार है। റെപ്രസെന്റ് ചെയ്യാൻ പ്രവാചകനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു മനുഷ്യനെയും കിട്ടിയില്ല. आमीन। परमेश्वर को रिप्रेजेंट करने के लिए कोई व्यक्ति को नहीं मिला। പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഒരു മനുഷ്യനെ കിട്ടിയില്ലെങ്കിലും ഒരു മനുഷ്യനെ പ്രതികരിച്ചില്ലെങ്കിലും നീ നിർത്തരുത്. കേൾക്കാൻ കഴിവുള്ള ഒരു ദേശമാണ് ഈ ദേശം, കേൾക്കാൻ കഴിവുള്ള ഒരു ഭൂമിയാണ് ഈ ഭൂമി. അതുകൊണ്ട് പ്രവചനം നിർത്തരുത്, പ്രസംഗം നിർത്തരുത്. പ്രവർത്തിക്കുന്നവൻ ഞാനായതുകൊണ്ട് അത് കേട്ടിരിക്കും. आमीन। इसलिए परमेश्वर कहता है कि ये कोई बात नहीं, अगर कोई मनुष्य तुम्हारी बात सुनने के लिए तैयार नहीं है, कोई बात नहीं है, तुम पृथ्वी को तुम बताओ, देश सुनने के लिए तैयार है। Say praise the Lord. बोले प्रेज द लॉर्ड। നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടനെ പോലെ സംസാരിക്കുകയാണ്. आप सोचते हैं कि हाँ, क्या मैं पागल की जैसे क्यों बातें कर रहा ഞാൻ हूँ? പൊട്ടനല്ല, मैं पागल नहीं ഞാൻ हूँ, പൊട്ടനെ പോലെ സംസാരിക്കത്തുമില്ല. मैं पागल की जैसा बात भी नहीं करूँगा। യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞിനെ ചിറകൻ കീഴിൽ ചേർക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞ പട്ടണത്തെ നോക്കി പ്രവചിച്ച വിളിച്ച ഒരു ദൈവമാണ് എന്റെ കർത്താവ്. आमीन। मेरा जो परमेश्वर है वो यरूशलेम को देखकर बोलता है कि हे यरूशलेम, जैसे मुर्गी अपने बच्चों को संभालता है, मैं तुम्हें संभालता हूं, ऐसा बोलने वाला परमेश्वर യെരൂശലേമിൽ है। ഒരു ജനത്തെ കിട്ടാതിരുന്നപ്പോൾ കർത്താവ് മനസ്സിലായി, എന്റെ സൃഷ്ടി എന്റെ വാക്ക് കേൾക്കും. കർത്താവ് പറയുക, യെരൂശലേമേ, യെരൂശലേമേ, ഇതിന്റെ വിടുതലിനായി ഞാൻ കാത്തിരിക്കുന്നു. हमें जब यरूशलेम जब बोल रहा था, वहां पर कोई नहीं था परमेश्वर की बातों को सुनने के लिए। इसलिए परमेश्वर ने उस देश को देखकर बोला कि हे यरूशलेम बोलकर। Praise the Lord. प्रेज द लॉर्ड, Praise the Lord. प्रेज द लॉर्ड। യെരൂശലേമേ വിളി കേട്ടോ? क्या यरूशलेम परमेश्वर की आवाज को सुना? യെരൂശലേമേ ശബ്ദം കേട്ടോ? क्या यरूशलेम परमेश्वर की आवाज को सुना? കേട്ടേ മതിയാകൂ. हाँ, उसको सुनना ही पड़ेगा। ഈ ഭൂമി ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേട്ടേ മതിയാകൂ. इस समय जब मैं बोल रहा हूँ, इस भूमि को मेरी बातों को सुनना ही पड़ेगा। നിങ്ങൾ പ്രസംഗം കേട്ടില്ലെങ്കിൽ സാരമില്ല, ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് കേട്ടേ മതിയാകൂ. अगर आप नहीं सुनेंगे कोई बात नहीं है, लेकिन जो मैं बातें बोल रहा हूँ ये भूमि सुनना ही पड़ेगा। हाँ, say praise the Lord. बोले प्रेज द लॉर्ड। ഒരു സമയമായപ്പോൾ एक समय जब आया, ഒരു പ്രതിസന്ധി തന്റെ ശിഷ്യന്മാർക്ക് അനുഭവിക്കുകയാണ്. एक हालात से गुजरना पड़ा शिष्य लोगों को। നിങ്ങൾ വിചാരിക്കുന്നത് യേശു പിശാചിനോട് മാത്രമേ സംസാരിച്ചുള്ളൂ എന്നാ? आप लोग सोचते हैं कि यीशु मसीह सिर्फ शैतान के साथ ही बातें कर रहा നിങ്ങൾ है। വിചാരിക്കുന്ന യേശു വെറുതെ അബ്രഹാമിനോടും അവരോടൊക്കെ സംസാരിച്ചു. യേശു പറയാ, കാറ്റേ അടങ്ങുക, आमीन। കടലേ ശാന്തമാകുക. आप लोग सोचते हैं कि सिर्फ अब्राहम इसहाक के साथ परमेश्वर बातें कर रहा है। नहीं, पर यीशु मसीह हवा को देखकर बोला, तूफान को देखकर बोला कि हे आंधी, हे तूफान, तू थम जा। കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. അവന്റെ ചെവി കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ഒരു കാത് ആ കാറ്റിനുണ്ട്. आमीन। जब बोला कि हे आंधी, हे तूफान, तू थम Thank जा, you, Jesus. उसका मतलब है आंधी तूफान को कान था यीशु के बातों को सुनने के लिए। നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് കേൾക്കാൻ ഒരു കാതുണ്ട്. പ്രഖ്യാപിക്കാൻ നീ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ എഴുന്നേറ്റിട്ട് ചങ്കൂറ്റത്തോടെ, ഹേ, എനിക്ക് വിരോധമായി അടിക്കുന്ന അലകൾ, ഓ താങ്ക് യു ജീസസ്. ചരിത്രത്തിൽ ഒരു സമുദ്രവും അടങ്ങിയിട്ടില്ല. എന്നാൽ ചില മണിക്കൂറുകൾ ചരിത്രം പറയുന്നു, സയന്റിസ്റ്റ് പറയുന്നു, കടൽ ശാന്തമായി, ഒരു കാറ്റനങ്ങുന്നില്ല, ഒരു വെള്ളം അനങ്ങുന്നില്ല, ഒരു അലകൾ അടിക്കുന്നില്ല. എന്താ അതിന്റെ റീസൺ? ഒരു മനുഷ്യൻ ഒരു കടലിന്റെ തടുക്കിരുന്നുകൊണ്ട് പറയുകയാണ്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. ചരിത്രം പറയുന്നു, അവിടെ നിന്നു സൈലന്റ് ആയി. आमीन। आपके जीवन में उठने वाले सारे आंधी तूफान को देखकर आप बोले कि हे आंधी तूफान, तू थम जा। जब यीशु ने बोला आंधी तूफान तू थम जा, तो आंधी तूफान वहां पर थम गई। Praise the Lord. बोले प्रेज द लॉर्ड। നിങ്ങൾ വിചാരിക്കുന്നത് കർത്താവ് കാറ്റിനോടും കടലിനോടും മാത്രമേ സംസാരിച്ചു എന്നാ? आप सोचते कि सिर्फ परमेश्वर आंधी तूफान के साथ ही बातें किया? അവൻ ഒരിക്കൽ കൽപ്പിച്ചു. हाँ, यीशु ने बोला थम जाने के लिए। ഫലമില്ലാതിരിക്കുന്ന അത്യവൃക്ഷത്തെ കണ്ടിട്ട് പറഞ്ഞു, ഹേ, നിനക്ക് ഫലമില്ലല്ലേ, ലെറ്റ് ഇറ്റ് ഡ്രൈ, ഉണങ്ങിപ്പോകട്ടെ. കത്തി കാത് കേട്ടു. आमीन। यीशु ने देखा कि एक अंजीर के पेड़ को जिसमें कोई अंजीर नहीं था, यीशु ने देखकर बोला कि हे अंजीर के पेड़ तू सूख जा, और वो पेड़ वहां ही सूख गया। നീ വിചാരിക്കുന്ന മനുഷ്യൻ മാത്രമേ അവന്റെ ശബ്ദം കേൾക്കുന്നോ? സകല സൃഷ്ടികളും അവന്റെ സകല സൃഷ്ടികളും അവന്റെ ശബ്ദത്തിനായി കാതോർത്ത്
കാത്തിരിക്കുന്നു. आमीन। आप सोचते कि सिर्फ मनुष्य ही उसकी आवाज को सुनते हैं, नहीं, सारे सृष्टि परमेश्वर की आवाज को सुनते हैं। Praise the Lord. Praise the Lord. Say praise the Lord. बोले praise the Lord. Praise the Lord. Praise the Lord. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 21, ഒന്ന് വേഗത്തിൽ ഒന്ന് കാണിക്കാമോ? മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 21. मत्ती उसका 21 में लिखा है, അവിടെ പറയുന്നു, നീ ഒരു പർവ്വതത്തോട് കൽപ്പിച്ചാൽ പർവ്വതം സമുദ്രത്തിൽ പോയി വീഴുമെന്ന് പറയുന്നു. और वहां पे लिखा है कि अगर तुम विश्वास के साथ अगर पर्वत से कहोगे कि तुम उखड़ जाओ तो वो उखड़ जाएगा। അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളോട് ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. आमीन। वहां पर लिखा है कि यदि तुम विश्वास रखोगे और संदेह ना करोगे तो तुम केवल ये कहोगे कि जो इस अंजीर के पेड़ से किया गया है, परंतु यदि इस पहाड़ से भी कहोगे कि उखड़ जा और समुद्र में जा पर तो ये हो जाएगा। നീങ്ങി കടലിലേക്ക് ചാടി പോക എന്ന് പറഞ്ഞാൽ കടൽ പർവ്വതം നിന്നെ അനുസരിക്കുമെന്ന്. आमीन। वचन कहता है कि अगर तुम इस पहाड़ से कहोगे कि उखड़ जा तो समुद्र में जा पड़ेगा। പർവ്വതം എന്ന് പറയുന്നത് കിൻഡൽ കണക്കിന് തൂക്കമുള്ള വെയിറ്റുള്ള പല വൃക്ഷങ്ങളുള്ള വർഷങ്ങളായി കാലഘട്ടങ്ങളായി ഉറപ്പുള്ള ഒരു സാധനമാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്. വചനം പറയുന്നു, ഹേ ഭൂമി ഉൾപ്പെടെ നിന്റെ വാക്ക് കേൾക്കാൻ കാത്തിരിക്കുക. ഇനി എത്ര വലിയ പർവ്വതമായിക്കൊള്ളട്ടെ, എത്ര വലിയ കാറ്റായിക്കൊള്ളട്ടെ, എത്ര വലിയ സമുദ്രമായിക്കൊള്ളട്ടെ, ഭൂമിയുടെ 2/3 അവൻ സമുദ്രമാണ്. പക്ഷേ വചനം പറയുന്നു, അതിനെ അടക്കി ഭരിക്കാൻ അവൻ ദൈവം തന്റെ ജനത്തെ നിയോഗിച്ചു വച്ചിരിക്കുന്നു. आमीन। पर ये जो पहाड़ है, ये पहाड़ सिर्फ पहाड़ नहीं, इसमें कितने सारे पेड़ है, कितने सारे जंतु है, लेकिन परमेश्वर कहता है कि अगर तुम उसको भी कहोगे कि उखड़ जा, वो उखड़ जाएगा। ये जो नदी है, ये जो समुद्र है, लाल समुद्र, पूरे लाल समुद्र को जब वो बताया तो वो 2 भाग हो गया। Say praise the Lord. बोले praise the Lord. Praise the Lord. Praise the Lord. പോരാ, നിങ്ങളുടെ പ്രതികരണം ഇത് പോരാ. Praise the Lord. ये काफी नहीं है, बोले praise the Lord. ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ എത്രത്തോളം തേജസ് കൊടുക്കുന്നു, അത്രത്തോളം തേജസ് അത് നിങ്ങളിലേക്ക് പകർന്നു തരും. जितना अधिक महिमा आप परमेश्वर के वचन को देंगे, उतना बड़ा महिमा आपके जीवन में प्रकट होगा। നിങ്ങൾ ദൈവവചനത്തോട് എത്ര റെസ്പെക്ട് ആവുന്നു, അത്രത്തോളം റെസ്പെക്ട് നിങ്ങൾക്ക് അവൻ മടക്കി തരും. जितना आदर आप परमेश्वर के वचन को देंगे, उतना आदर परमेश्वर आपको देगा। Say praise the Lord. बोले praise the Lord. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ദൈവം മനുഷ്യരോട് മാത്രമല്ല സംസാരിച്ചത്. आप जैसे सोचते हैं परमेश्वर सिर्फ मनुष्य के साथ बातें नहीं करता है, ദൈവം രാജ്യങ്ങളോട് സംസാരിക്കും. परमेश्वर राज्यों के साथ बातें करता है। ഇസ്രായേലേ കേൾക്കുക. हे इस्राएल तुम सुनो। ആര് കേൾക്കാനാ? कौन सुनेगा? ആര് റെക്കോർഡ് ചെയ്യാനാ? कौन रिकॉर्ड करेगा? ദൈവത്തിനൊന്നും വിഷയമല്ല. परमेश्वर के लिए कोई विषय नहीं। ഇസ്രായേലേ കേൾക്കുക. हे इस्राएल तुम सुनो। Praise the Lord. അതിന്റെ അധികാരം വിട്ടുകൊടുത്തത് ആരാണ്? ഇസ്രായേലേ കേൾക്കുക. हे इस्राएल तुम सुनो। കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കണോ? क्या परमेश्वर को उतर आकर उनसे നിന്റെ बातें करना है? വിഷയത്തിനോട് ആരാ സംസാരിക്കണ്ടേ? आपके विषय के लिए किसके साथ बातें ഇനി करेगा? യേശു ഇറങ്ങി വന്ന് സംസാരിക്കണോ? क्या फिर से यीशु को उतर आकर ഈ आपके साथ बात ഭൂമിയിൽ करना है? അധികാരം തന്നവൻ പറയുന്നു, നീ ഡിക്ലെയർ ചെയ്യുക. आमीन। इस पृथ्वी के ऊपर अधिकार देने वाले परमेश्वर कहता है कि तुम घोषणा करो। ഇതിനെ അടക്കി ഭരിക്കാൻ തന്നവൻ പറയുന്നു, നീ ഡിക്ലെയർ ചെയ്യുക. आमीन। इसके ऊपर बस जताने के लिए अधिकार रखने वाले लोगों के लिए बोले कि तुम घोषणा करो। ഹലോ, യെരൂശലേമിൽ ആരാ കാണാൻ ആൾക്കാരൊന്നുമില്ല, കേൾക്കാനും ആൾക്കാരൊന്നുമില്ല, എന്നിട്ട് ദൈവം സൈലന്റ് ആയോ? നോ. आमीन। यरूशलेम में सुनने वाला कोई नहीं था, लेकिन फिर भी यीशु चुप नहीं रहा। വെളിപ്പാട് പ്രാപിച്ച ആരുമില്ല. कोई भी नहीं था वहां पर, പക്ഷേ കർത്താവിനറിയാം, लेकिन परमेश्वर जानता എന്റെ था വചനം പുറപ്പെട്ടാൽ, मेरा वचन अगर बाहर ഞാൻ जाता है, പേര് പറഞ്ഞ് വിളിച്ചാൽ, आमीन, अगर मैंने नाम लेकर पुकारा, ഞാൻ പേരിട്ട് വിളിച്ചാൽ, अगर मैंने किसी के नाम लेकर पुकारा, ഞാനത് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. आमीन, उसको वो काम करके ही आना है। താങ്ക് യു ജീസസ്. Thank ഇന്ന് you, പകൽ പലരുടെ പേര് നീ മാറ്റണം. आमीन। आज परमेश्वर किसी के नाम को बदलना चाहता അവൻ है। ശിമോൻ എന്നുള്ള പേര് മാറ്റി ദൈവം പത്രോസ് എന്ന പേര് വിളിച്ചു. आमीन। सिमोन के नाम को बदल करके पतरोस ने नाम സാറായി बदला। എന്നുള്ള പേര് മാറ്റി സാറായി എന്ന് വിളിച്ചു. साराई से उसका नाम सारा बोलकर पुकारा। വചനത്തിനകത്ത് മുഴുവൻ പഠിച്ചു നോക്കിക്കേ, അവൻ പേരിട്ട് വിളിച്ചതിനൊക്കെ അവൻ അനുഗ്രഹിച്ചു. आमीन। वचन को देखकर अगर आप देखेंगे तो जिनका नाम लेकर पुकारा उनको आशीष किया।
കരങ്ങളെ തട്ടിയ നല്ല ദൈവത്തിന് हाथ ताली बजाकर उस सच्चे परमेश्वर को നല്ല धन्यवाद ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ചില परमेश्वर को അത്ഭുതങ്ങൾ धन्यवाद നടക്കട്ടെ करे ചില അത്ഭുതങ്ങൾ നടക്കട്ടെ कुछ अद्भुत काम होने സൗദല पर കലബടരകഥനിയ. നിങ്ങൾ വിചാരിക്കാൻ കർത്താവ് ആമേൻ നാട്ടുകാരെ എന്ന് വിളിച്ചനോ കർത്താവ് വിളിച്ച പേരുകൾ ഞാനത് പെട്ടെന്ന് വായിച്ചു നോട്ടെ आमेन परमेश्वर ने जो नाम लिया जो नाम लिया उसको बताएं എല്ലാം ഒന്നും വായിക്കാൻ സമയമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിലും ഗോമോറയിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ വെണ്ണീരിലിരുന്ന് മാനസാന്തരപ്പെട്ടനെ. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ ആരോട് പറയുന്നത്? പട്ടണത്തോട് പറയുന്നു, ഭൂമിയോട് പറയുന്നു. മനുഷ്യൻ പേരിട്ട് വിളിച്ച പട്ടണത്തെ പേരിട്ട് വിളിച്ച് ദൈവം പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുന്നു. बेतसैदा को देखकर बोला कि हे बेतसैदा बेतसैदा तुम्हारे उस गांव में चिन्ह और चमत्कार कहाँ है? किसको देखकर बोला? उस लोगों को देखकर बोला ഈ ദേശം മുഴുവൻ ആഭിചാരന്മാരെ കൊണ്ടും മന്ത്രവാദികളെ കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചാക്കിയത് ആ പേരിനകത്ത് പറഞ്ഞ് ജീവിക്കാനല്ല, പേര് മാറ്റാൻ നിനക്ക് കഴിവുണ്ട്. നീ മാറ്റാമെങ്കിൽ ഇന്ന് നിങ്ങൾ തന്റെ ഇടത്തോടെ മാറ്റി ജീവിക്കണം. आमेन परमेश्वर ने आपको बुलाया, अधिकार दिया ताकि आप नाम दे और उसके हिसाब से जिए. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ചില ദൈവപ്രവർത്തനങ്ങൾ ഇന്ന് പകൽ നടക്കുന്നു. ഞാൻ നിങ്ങളോടല്ല പ്രസംഗിക്കുന്നത്, പ്ലീസ് നിങ്ങളോടല്ല. ഇത് കേൾക്കാൻ കഴിവുള്ള ഒരു ഭൂമിയുണ്ട്, ഇത് കേൾക്കാൻ കഴിവുള്ള ഒരു ഭൂമിയുണ്ട്. आमेन ये आवाज को सुनने वाला भूमि है. ഇത് കേൾക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഭൂമിയുണ്ട്. ബാംഗ്ലൂർ പട്ടണമേ, इसको सुनने वाले कैपेसिटी का एक भूमि है. ജീവിതം സമർപ്പിച്ച് അടിയറ വെച്ച സംസ്ഥാനമാ, അടിയറ വെച്ച ദേശമാ. ഈ പട്ടണത്തിലെ സ്വഭാവത്തെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ മാറ്റുകയാണ്. It is going to be the city of revival. इस शहर में बहुत आत्महत्या हुई है, इस शहर में बहुत मृत्यु हुई है, इस शहर में बहुत शैतान के काम हुए हैं, लेकिन इस शहर को आए हम कलीसिया मिलकर घोषणा करें, ये शहर जागृति का शहर है. ആമേൻ. പല മയക്കുമരുന്ന് മാഫിയകളും പല ആമേൻ സ്തോത്രം വ്യഭിചാര കേന്ദ്രങ്ങളും ക്ലബ്ബുകളും പബ്ബുകളും യൗവനക്കാരെ കാർന്നു തിന്നുന്ന ഒരുപാട് ആമേൻ അസഭ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പട്ടണത്തെ നോക്കി ഇന്ന് പകൽ ദൈവകൃപയിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, the city of revival. इस शहर में बहुत सारे ड्रग्स, बहुत सारे लत की शहर है, बहुत सारे व्यभिचार के काम इस शहर में हो रही है, लेकिन आए हम कलीसिया मिलकर हम घोषणा करें ये शहर जागृति का शहर है. ഒരുപാട് വിശുദ്ധന്മാരെ വ്യഭിചാരത്തിൽ തകർത്ത് കളഞ്ഞ പട്ടണമാണ്. ഒരുപാട് വിശുദ്ധന്മാർ ഈ പട്ടണത്തിൽ വന്നിട്ട് അവർ തകർന്നു പോയ പട്ടണമാണ്, പേരൊടുങ്ങിപ്പോയ പട്ടണമാണ്, ഒതുങ്ങിപ്പോയ പട്ടണമാണ്. ഇന്ന് പകൽ ഒരുപാട് കുടുംബങ്ങൾ തകർന്ന പട്ടണമാണ്, ദാരിദ്ര്യത്തിൽ പോയ പട്ടണമാണ്. इस शहर में बहुत सारे प्रभु के दास अपने बुलाहट से भटक गए, उन लोग पाप में चले गए. बहुत सारे लोग, बहुत सारे परिवार वो गरीबी में, अकाल पर में, बहुत सारे मुसीबत में चले गए. लेकिन आज आए हम हालेलुया कलीसिया मिलकर घोषणा करें ये शहर जागृति का शहर है. ഒരുപാട് ആത്മഹത്യകൾ, बहुत सारे आत्महत्या, ഒരുപാട് വ്യഭിചാരങ്ങൾ, बहुत सारे व्यभिचार. സഭയ്ക്കകത്ത് പോലും വ്യഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ പട്ടണം. कलीसिया के अंदर भी व्यभिचार से भरे हुए लोग हैं इस शहर में. ഇന്ന് പകൽ ഈ പട്ടണത്തിന്റെ സ്വഭാവത്തെ നീ മാറ്റണം. लेकिन आज सुबह इस शहर का जो स्वभाव बदल जाएंगे. അതിന് അധികാരം നാട്ടുകാർക്കല്ല ദൈവം കൊടുത്തത്, നിനക്കാണ് ദൈവം തന്നിരിക്കുന്നത്. उसका अधिकार परमेश्वर गांव के लोगों को नहीं दिया, वो अधिकार परमेश्वर ने आपके होठों में दिया है. ഓ മയക്കുമരുന്ന് മാഫിയകളുടെ സംഘങ്ങൾ കൂടിയിരിക്കുന്ന ഈ പട്ടണത്തിന്റെ ഗതിയെ ദൈവം മാറ്റണം. യെസ്, അതിനുവേണ്ടി ചില നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. सब लोग खड़े हो जाएंगे, हम प्रार्थना करेंगे. എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ सब लोग खड़े होकर प्रार्थना करेंगे. ഇന്ന് പകൽ ഈ പട്ടണത്തിന്റെ സ്വഭാവം മാറിയാൽ നീയും മാറും, നിന്റെ തലമുറ മാറും. आमीन. इस शहर का अगर स्वभाव बदल जाएंगे, आप भी बदल जाएंगे, आपके पीढ़ी भी बदल जाएंगे. ആമേൻ. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. आत्मा में प्रार्थना ഓ कीजिए. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പണത്തിന് വേണ്ടി ആയിത്തീരുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കണം, ഈ പട്ടണത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആമേൻ ദൈവ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുമാറാകട്ടെ. आमीन. बहुत सारे जो यूनिवर्सिटीज है वो मतलब बहुत सारे पैसे लेते हैं बच्चों से, लेकिन आए हम प्रार्थना करेंगे हमारे सारे यूनिवर्सिटी, सारे स्कूल्स परमेश्वर की उपस्थिति से भर जाए.
വിശ്വസിക്കുന്നുണ്ടോ? അതോ ഞാൻ പോഷനെ പോലെ പറയുകയാണോ? എന്നോട് വിശ്വസിക്കാൻ ഒരാളെങ്കിലും മതി. आप में से अगर एक व्यक्ति भी विश्वास करता है वो काफी है. എന്നോട് ഇവിടെ ഒരാളെങ്കിലും വിശ്വസിക്കാനുണ്ടെങ്കിൽ മതി. मेरे साथ अगर एक भी व्यक्ति अगर विश्वास करे वो काफी है. നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കട്ടെ, നീ എന്നോട് കൂടെ വിശ്വസിക്കുക. आमेन. बाकी लोग अपने अपने काम में व्यस्त होने दो, लेकिन एक व्यक्ति अगर विश्वास करे वो काफी. ഈ പട്ടണത്തിന്റെ പേര് ദൈവം മാറ്റാൻ इस പോവുകയാണ്. शहर का नाम परमेश्वर बदलने जा रहा ഈ है. പട്ടണത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം इस വരുത്താൻ शहर के പോവുകയാണ്. हालात को परमेश्वर बदलने जा रहा है. ഹോറാബ ശഖനബദഗതനിയ ഹലബലഗതുരിബിരി കമനഗടലഗബദരിയ. വചനമതിന്റെ ആഴത്തിൽ കത്തട്ടെ, വചനമതിന്റെ ആഴത്തിൽ കത്തട്ടെ. बिखर आपके गहराए आप और भी अधिक जलने पाए परमेश्वर की उपस्थिति से. ആഴത്തിൽ കത്തട്ടെ വചനം, ആഴത്തിൽ കത്തട്ടെ വചനം. आग जलने पाए. ശഖനബദന ശഖനബദലഗതി. ആഴത്തിൽ കത്തട്ടെ, ആഴത്തിൽ കത്തട്ടെ. വിശ്വസിക്കെങ്കിൽ കരങ്ങളെ അടിച്ച് പ്രതികരിക്കുവാനേ ദുബായിയുടെ പേര് നീ മാറ്റണം. अगर आप विश्वास करते हैं अन्य भाषा में प्रार्थना करें. നീ വസിക്കുന്ന പാർക്കുന്ന സ്ഥലത്തിന്റെ പേര് നീ മാറ്റണം. हमें जिस जगह पर आप वास करते हैं उस जगह का नाम आपको बदलना है. ഹെബ്ബാളിന്റെ പേര് നീ മാറ്റണം. ലങ്കയുടെ പേര് നീ മാറ്റണം. हमें हेब्बाल एलंका का नाम आपको बदलना है. ജാർഖണ്ഡിന്റെ പേര് മാറണം. राज्य के नाम का बदलना. ഒറീസയുടെ പേര് മാറണം. ओडिशा का नाम बदलना है. ഹല്ലേലൂയ. അമേരിക്കയുടെ പേര് മാറണം. കോഴി തന്റെ കുഞ്ഞിനെ ചിറകഴുകിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ നിന്റെ മാർവോട് എന്റെ മാർവോട് നിന്നെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം കൊതി. जैसे मुर्गी अपने बच्चों को संभालता है उसी प्रकार लोगों को संभालने के लिए परमेश्वर के हृदय में इच्छा है. എനിക്കറിയാം Yes. 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 ശൗഡലബലഗതുനി ബിരികമന നർക്കമനബടലഗതുനി റൗഷബലഗതുനി ബിരികമനഗടല. Yes. ശൗഡലാലഗൽ ഖതുനി ബിരികമനഗടലഗതുനി. ദൈവം അനുകൂലമാണെങ്കിലും ഭൂമി അനുകൂലമായില്ലെങ്കിൽ ഇവിടെ അത്ഭുതം നിനക്ക് നടക്കത്തില്ല. ദൈവം നിനക്ക് അനുകൂലമാ, പക്ഷേ വെള്ളം വീഞ്ഞാകണമെങ്കിൽ ഈ ഭൂമിക്കകത്ത് വെള്ളം നീ നിറയ്ക്കണം. ഞാൻ പറഞ്ഞത് വെറുതെയല്ല, തമാശയല്ല പറഞ്ഞത്. അത്ഭുതം വെറുതെ മേളിൽ പൊട്ടി വീഴത്തില്ല. നിനക്ക് അത്ഭുതം വേണമെങ്കിൽ ഭൂമിയിലെ ചില വസ്തുക്കൾ നിനക്ക് അനുകൂലമായി വരണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എടാ, പണം നിനക്ക് അനുകൂലമായി വരണമെന്ന്, വെള്ളം നിനക്ക് അനുകൂലമായി വരണം, കാറ്റ് നിനക്ക് അനുകൂലമായി വരണം. അതാരാ കൊണ്ടുവരണ്ടേ? യേശു പറയുന്നു, നീ ചെയ്യ. അത് ഞാനല്ല ചെയ്യണ്ടേ, അത് നീ ചെയ്യണം. ദൈവം അനുകൂലമാ, പക്ഷെ ഭൂമിയിലെ ചില കാര്യങ്ങൾ നിനക്ക് അനുകൂലമായി നീ തീർക്കണം. Oh, thank you, Jesus. Yes, yes.
മാറണം. പക്ഷേ നീ യോർദാൻ വരെ ചെന്ന് അവിടെ മുങ്ങി അത് നീ അനുകൂലമാക്കണം. എന്റെ കുഷ്ഠം മാറട്ടെ എന്ന് വീട്ടിൽ ഇരുന്ന എങ്ങനെയാ കുഷ്ഠം മാറുന്നേ? സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി വരണം. അത് നീ പറഞ്ഞ് ചെയ്യിക്കണം. കാറ്റെനിക്ക് അനുകൂലമാകട്ടെ, കടലെനിക്ക് അനുകൂലമാകട്ടെ. ശ്രദ്ധിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പറയണം, പണം എനിക്ക് അനുകൂലമാകട്ടെ. നിനക്ക് വിരോധമായിട്ടായിരിക്കും ഒരു പക്ഷെ നിൽക്കുന്നത്, പക്ഷേ നീ പറഞ്ഞതിനെ അനുകൂലമാക്കണം. आमेन. अगर आपको आर्थिक समस्या है तो आपको बोलना है कि जो संपत्ति है वो मेरे लिए आशीष का कारण बनना चाहिए. Yes. എനിക്ക് അനുകൂലമാകട്ടെ. मेरे लिए आशीष का कारण बने. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ റെഡിയാ. परमेश्वर आपको आशीष देने के लिए तैयार है. പക്ഷേ ഭൂമിയിലെ ചില കാര്യങ്ങളെ നീ അനുകൂലമാക്കണം. लेकिन भूमि के कुछ चीजों को आपको ऐसा करना है कि वो आपके लिए आशीष बन जाए. നിനക്ക് വേണ്ടി ചില രാജ്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു. आमेन. आपके लिए कुछ देश वो आपके लिए आशीष बनने जा रहा है. നീ ഇവിടെ നിൽക്കത്തില്ല മോനെ, നീ രാജ്യം കടക്കാൻ പോവുകയാ. आप यहाँ रुकेंगे नहीं, आप देशों में जाएंगे. ചില രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങൾ നിനക്ക് അനുകൂലമായി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. आमेन. वेस्टर्न राज्य आपके लिए एक आशीष का कारण बनेगा. ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങൾ നിനക്ക് അനുകൂലമായി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. आमेन. ऑस्ट्रेलिया के राज्य आपके लिए आशीष का कारण बनने जा रहा है. നിനക്ക് ദൈവം വിസ തരാൻ റെഡിയാ, പക്ഷെ നീ വിളിച്ചു വരുത്തി നിന്റെ കാര്യങ്ങൾ നീ അനുകൂലമാക്ക. आमेन. परमेश्वर तैयार है आपको वीजा देने के लिए, लेकिन आप घोषणा करके हालात को आप आपके आशीष के लिए बना दीजिए. വിദ്യാഭ്യാസത്തിന്റെ അനുകൂലമാകണം. आप चाहते कि आपके लिए आपकी शिक्षा आशीष का कारण बने? യെസ്. हाँ. കരങ്ങൾ ഉയർത്തി हाथों को उठाकर ഈ ഭൂമിയെ അവകാശമാക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. हमें इस देश के ऊपर हक जताने के लिए परमेश्वर ने हमें बुलाया है. അധികം വലിയ തിയോളജി അതിനകത്ത് നമ്മൾ കേട്ടണ്ട. ज्यादा थियोलॉजी सुनने की जरूरत नहीं. യേശു തന്നെ പറഞ്ഞു, यीशु ही काफी है. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. वचन कहता है कि जो नम्र हृदय है वो इस पृथ्वी का हकदार बनेगा. യേശു പോഷ്ക്ക് പറയില്ല. यीशु कभी झूठ नहीं बोलता. തിയോളജിക്ക് മാറ്റം വരുത്തണ്ട. हमें थियोलॉजी को बदलने की जरूरत नहीं है. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ ഇന്ന് പകൽ ആത്മാവിൽ ഡിക്ലെയർ ചെയ്ത് പറ, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. हमें जिनके पास घर नहीं है, अपना जमीन नहीं है, परमेश्वर के वचन की घोषणा करें कि नम्र जो हृदय है ये इस भूमि पर वो अधिकार जताएगा, बस करेगा. എല്ലാ കരങ്ങളും ഒരു സ്വർഗ്ഗത്തേക്ക് ഉയരട്ടെ. सारे हाथों को स्वर्ग की ओर उठाए. മനുഷ്യനിലേക്കല്ല, സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. मनुष्य की ओर मत उठाए, परमेश्वर की ओर उठाए. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. प्रभु इस समय हम मिलकर प्रार्थना करते हैं. ബാംഗ്ലൂർ പട്ടണത്തിന് ഒരുപാട് നന്മകളുണ്ട്. आमीन. इस बेंगलुरु शहर में बहुत सारे आशीषें हैं. ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അത് ദൈവജനത്തിന് അനുകൂലമായി आमीन. തീരട്ടെ. आज हम मिलकर प्रार्थना करते हैं, ये बेंगलुरु शहर आपके लोगों के लिए आशीष का कारण बने. അവരുടെ ഈ പട്ടണത്തിലെ നന്മകൾ, ബാങ്കുകൾ, ഈ പട്ടണത്തിലെ ബിസിനസ്സുകൾ തന്റെ ജനത്തിന് അനുകൂലമായി തീരട്ടെ. इस बेंगलुरु शहर, इस बेंगलुरु के व्यापार प्रभु आपके लोगों के लिए आशीष का कारण बनने ഞാൻ पाए. സ്വർഗീയ കാറ്റിനെ അയക്കുകയാണ്. स्वर्गीय हवा को हम भेजते हैं. പക്ഷികളെ കയ്യെത്തി പിടിക്കത്തക്ക രീതിയിൽ ഇവരുടെ വീട്ടിന്റെ മുൻപിൽ നന്മകളെ കൊണ്ടുവരുന്ന സ്വർഗീയ കാറ്റുകൾ വീശട്ടെ. आमीन. उस पक्षियों को जैसे लोगों के पास लेकर आया, उसी प्रकार आशीष आपके बगल में आने पर ताकि आप उन सारे आशीष को पकड़ पाए. തിരിച്ചാട്ടെ. ഈ പട്ടണത്തിന്റെ ഗതിയെ നിങ്ങൾ തിരിക്കണം. आमीन. इस शहर के जो हालात आपको बदलना है. ഈ പട്ടണത്തിന്റെ ബിസിനസിനെ നിങ്ങൾ തിരിക്കണം. इस बेंगलोर के व्यापार को आपको बदलना है. ഈ പട്ടണത്തിലെ ചില ബാങ്കുകളെ നിങ്ങൾ തിരിക്കണം. आमीन. इस बेंगलोर के कुछ बैंकों को आप बदलना है. എനിക്കറിയാം ഇതൊരു സാധാരണ ശുശ്രൂഷയല്ല. ये कोई साधारण सेवकाएं नहीं. എനിക്കറിയാം ചിലര് രാമമൂർത്തിനെ പിടിക്കുന്നു. आमीन. कुछ लोग रामूर्ति नगर को पकड़ रहे हैं. ശ്രദ്ധിച്ചേ, ध्यान दें. നിങ്ങളെ പട്ടണത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചതെങ്കിൽ ഇന്ന് രാത്രി ആ പട്ടണത്തിൽ വാഴുന്ന ദുരാത്മാവ് നിന്റെ മുമ്പിൽ വെളിപ്പെടും. आमीन. अगर परमेश्वर ने एक शहर के लिए आपको बुलाया है, तो वो शहर के सारे चीज आपके आगे प्रकट हो जाएंगे. നിന്നെ ഒരു പട്ടണത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചതെങ്കിൽ ആ പട്ടണത്തിലെ ദുർശക്തി ആയുധം വെച്ചിട്ട് നിന്റെ കാൽ മുൻഭാഗം മടങ്ങും. आमीन. अगर एक शहर के लिए परमेश्वर ने आपको बुलाया है, तो उस शहर के सारे दुष्ट आत्मा, सारे अधिकार आपके पैर के नीचे झुकेंगे. വെറുതെ പറയുന്നതല്ല.
ഈ ബാംഗ്ലൂർ പട്ടണത്തെ ഈ സഭ തുടങ്ങാൻ സമയത്ത് എന്റെ മുമ്പിൽ വെളിപ്പെട്ടതാ. എന്നോട് ചോദിച്ചു നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. യേശുവിന് രക്തം പറഞ്ഞപ്പോ ഡിസപ്പിയർ ആയി. ഇന്ന് വരെ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം 16 വർഷമായി ഇന്ന് വരെ അത് വെളിപ്പെട്ടിട്ട്. അതിന്റെ അർത്ഥം പേടിച്ചു പോയതാണ്, ഓടിയതാണ് ഈ ദേശം വിട്ട്. അവിടെ നിന്നാണ് ദൈവം ആത്മാക്കളെ തന്നത്. ഈ ദേശത്തിലെ ജാതികളെ നിനക്ക് കൈവശമാക്കണമെങ്കിൽ വചനം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക. പട്ടണത്തെ പേര് പറഞ്ഞ് എന്നോട് ചോദിച്ചു കൊള്ളുക. जब ये सभा शुरू की थी तो शैतान ने मुझे आकर बोला कि मैं तुम्हें देख लूंगा, और मैंने यीशु के लहू का घोषणा किया और वो दुष्ट शक्ति वापस कभी नहीं आया। उसी प्रकार आप घोषणा करें जैसे परमेश्वर के वचन कहता है कि मुझसे मांग, मैं जाति जाति के लोगों को तेरी संपत्ति होने के लिए दे दूंगा। ഈ പട്ടണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. इस शहर को परमेश्वर हमारे लिए तैयार कर रहा ഈ है। വചന വെളിപ്പാട് മുഖാന്തരം ഈ പട്ടണത്തെ തന്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. आमीन। इस वचन के आधार पर परमेश्वर इस शहर को अपने लोगों के लिए वो तैयार कर रहा है। ഓൺലൈനിൽ വാച്ച് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്ന് കാണുന്നവരാണെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളെ രാജ്യത്ത് ദൈവമാക്കി വെച്ചെങ്കിൽ ഇന്ന് പകൽ ആ രാജ്യത്തിന്റെ അധികാരത്തെ आमीन। ഇന്ന് പകൽ രാജ്യത്തിന്റെ അവകാശത്തെ നിങ്ങൾ ആത്മാവിനെ ഏറ്റെടുക്കുക. आमीन। जो भाई बहन ऑनलाइन से हमें देख रहे हैं विभिन्न राज्यों में, आपको जब परमेश्वर ने वहां पर रखा है, उस देश के अधिकारी परमेश्वर ने आपको बनाया है, उस देश को आप ले लीजिए। ആ ദേശത്തിലെ അധികാരികൾ നിന്റെ മുൻപിൽ വരുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്. രാത്രിയിൽ നിന്റെ മുൻപിൽ അടുത്തുവരുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്. അധികാരം നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അത് നിന്നെ തേടി വരുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ചില ദേശത്തിലെ ശക്തികൾ കൂടിളകി കാടിളകി കൂടും കാടും ഇളകി ഇന്ന് രാത്രി ചില ഭവനങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരും. നീ പേടിച്ചു പോകരുത്, അത് തോറ്റിട്ട് വരുന്നതാണ്. आमीन। हालेलुया। जब रात को आप सोते हैं, जब वो दुष्ट शक्ति आपके पास आता है, आपको डराने के लिए, आपको डरने की कोई जरूरत नहीं है, क्योंकि आपके पास अधिकार है। इसलिए वो ढूंढ ढूंढ कर आ रहा है। लेकिन वो किस लिए आ रहा है? वो हारने के लिए आ रहा है। Praise the Lord.